കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതിൽ വൻ ക്രമക്കേടെന്ന് CAG. പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വില നൽകിയാണ് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയത് എന്ന് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. പ്രതിപക്ഷ ആരോപണം ശരിയാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരിടപാട് ഇങ്ങനെ: അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇവരിൽ നിന്ന് 25,000 PPE കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകി. എന്നാൽ 10,000 PPE കിറ്റ് വാങ്ങിയുള്ളൂ. എന്നാൽ 2 ദിവസത്തിനു ശേഷം മാർച്ച് 30-ന് 1000 രൂപ കൂട്ടി 1,550 രൂപയ്ക്ക് 15,000 PPE കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻഫാർമയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് അധികമായി നൽകിയത് 1.51 കോടി രൂപ. തീർന്നില്ല. കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി 50% തുക മാത്രം നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന മുഴുവൻ തുകയും PPE കിറ്റ് വാങ്ങാൻ മുൻകൂറായി ഈ കമ്പനിക്ക് നൽകി. കാരുണ്യയ്ക്കും KMSCL-നും സ്ഥിരം PPE കിറ്റ് നൽകിയിരുന്ന 4 കമ്പനികൾ. ഇവർ 450 രൂപ മുതൽ 550 രൂപ വരെയാണ് 2020 മാർച്ച് വരെ PPE കിറ്റിന് നൽകിയത്. ഈ കമ്പനികളെ ഒഴിവാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് 3 ഇരട്ടി വരെ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിക്കൂട്ടിയത്. മാർച്ച് തുടക്കത്തിൽ 450 രൂപയ്ക്ക് വാങ്ങിയ PPE കിറ്റ് മാർച്ച് മാസം അവസാനം 1,550 രൂപയ്ക്കാണ് വാങ്ങിയത്. 5 കമ്പനികളിലായി ഇങ്ങനെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിൽ 10.23 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടാക്കിയെന്നാണ് CAG കണ്ടെത്തൽ. പ്രതിപക്ഷ ആരോപണം ശരിവെച്ചെന്നും മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയും മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്തെ പർച്ചേസുകൾ മുഴുവൻ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ട് നടത്തിയതെന്നായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CAG റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി കൂടി മറുപടി പറയേണ്ടി വരും. ഒപ്പം സാൻഫാർമ അടക്കമുള്ള കമ്പനികൾ എങ്ങനെയാണ് സർക്കാരുമായി ഇടപാടിനെത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണവും നടത്തേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.